ഇത് കൊണ്ടുവരണം. അല്ലാതെ ഇങ്ങനെ ചെറിയ കുറഞ്ഞ അടുത്ത എപ്പിസോഡ് അവളുടെ കരച്ചിൽ എങ്ങനെ പോയി എപ്പിസോഡ് ഭയങ്കര ബോറാവും, സീരിയലിനെ ഭയങ്കര ബോറാവും. ഇതിന് മുമ്പ് മറ്റേ ചെമ്പനീർ പൂവൊക്കെ ഉണ്ടല്ലോ അതേപോലെ തന്നെ ആക്കാതിരിക്കേ. ഇത് കുറച്ചുകൂടി നീറ്റായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ പൊന്നു കാറ്റത്തെ കിളിക്കൂട് ടീം, ഞങ്ങൾക്ക് അറിയാം ഇത് കല്യാണം നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ. അതായത് സുനന്ദ പറ്റിക്കുമെന്ന് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. സുധീഷ് എത്രയൊക്കെ കള്ളം പറഞ്ഞാലും വേറെ കുറച്ച് കമൻറ്റ്സ് ഞാൻ വായിച്ചിടാം. സുനന്ദയുടെ കരച്ചിൽ ബോറാകുന്നു സത്യമായിട്ടും. ഇപ്പോൾ സുനന്ദയുടെ ഒട്ടുമിക്ക എപ്പിസോഡും കരച്ചിൽ മാത്രമാണ്. കാണുമ്പോഴേ തുടങ്ങും കരച്ചിൽ. സത്യം കണ്ടും അടുത്ത് അവൾ വരില്ല. തള്ളയുടെ വാക്ക് കേട്ട് തിരിച്ച് കയറിപ്പോവും. ഇനി വീണ്ടും സുഭാഷ് ഏട്ടൻ എന്ന് പറഞ്ഞു വന്നാൽ പല്ലടിച്ച് പോയിക്കണം. ഓക്കെ, ഈ ചുവന്ന ട്രാക്ക് തീരാൻ ആയില്ല, ഭയങ്കര ബോറാണ്. കല്യാണം ആയെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ പിന്നെയും അവളുടെ മോങ്ങലായിരിക്കും അടുത്ത കുറേ എപ്പിസോഡ്സ്. കറക്റ്റ്. ഇത് അവർ ഞാൻ പറയും, ഇത് ഒന്നെങ്കിൽ നിങ്ങൾ ഒരു അവസാനിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങളിത് കല്യാണം നടത്തി. ഇതിപ്പോൾ ഭയങ്കര ഷോക്കായി പോകുന്നുണ്ട് എപ്പിസോഡ്. എന്താ ബോറ്, നല്ല സൂപ്പറായിട്ടാണ് പോകുന്നത്. സത്യത്തിൽ എനിക്ക് ബോറായിട്ട് തോന്നിട്ടോ, ഒരു ബോറുമില്ല. സോ അങ്ങനെ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ സീരിയൽ പിള്ളേരെ വഴി തെറ്റിക്കാൻ അച്ഛനമ്മമാർ പറയുന്നത് കേട്ടാൽ ഒരു കുഴപ്പവും വരില്ല. അവർ സമ്മതിക്കാതെ ഒളിച്ചോടി കല്യാണം പ്രോത്സാഹിപ്പിക്കുന്ന പൊട്ട സീരിയൽ ആണോ? അതിൻ്റെ റിപ്ലൈ ഉണ്ട്. അച്ഛനമ്മമാർ പറയുന്നത് കേട്ട് കല്യാണം കഴിച്ചൊരു കുഴപ്പവും വരില്ല എന്ന് പറയുന്നത് കൃത്യമായി പറയാൻ പറ്റില്ല. കറക്റ്റ്. അറേഞ്ച് മാരേജിലും ഉണ്ട് പാമ്പിനെ വെച്ച് കൊത്തി കൊല്ലിക്കുന്നതുമൊക്കെ. ഈ സീരിയൽ പ്രചോദനമാക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഡിസ്ക്ലെയിമർ വായിക്കണം. മനസ്സിനും ഉറപ്പില്ല, ഒടുക്കത്തെ പേടി, അങ്ങനെയുള്ളവർ ജീവിതത്തിൽ ഒന്നിച്ചാൽ അത് ഭാവിയിൽ വലിയ ദോഷം ചെയ്യും. സത്യം. അതായത് ഈ പ്രേമിക്കാനൊക്കെ ഇറങ്ങുകയാണെങ്കിലും കുറച്ചൊക്കെ ധീരമാണ്. ഓക്കെ, ഞാൻ ഇന്നത്തെ പ്രൊമോയും കണ്ടു. പ്രൊമോയിലൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കും. ഓക്കെ, അമ്മായി ഇത് നടക്കില്ല, പിന്നെ അങ്ങനെ പേടിയുള്ളവർ പ്രേമിക്കാൻ നിൽക്കരുത്. അതായത് ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇന്നലത്തെ പ്രൊമോ പിന്നെ എപ്പിസോഡൊക്കെ കാണുമ്പോൾ തന്നെ ഏകദേശം എനിക്ക് കത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നടക്കാൻ പോകുന്ന സംഭവമല്ല. അമ്മായിയമ്മ ഇടപെട്ടി സാധനം എങ്ങനെയും കൊളാക്കുന്നുള്ളത് ഉറപ്പായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ എപ്പിസോഡും കണ്ടു. എനിക്ക് പറഞ്ഞത് ഞാൻ അടുത്ത എപ്പിസോഡ് വീണ്ടും ഇവരുടെ കരച്ചിൽ പിന്നെ ഇങ്ങനെ കുറേ ഇതിങ്ങനെ ചളമാക്കാതെ നിങ്ങൾക്ക് കുറച്ചുകൂടി നീറ്റായിട്ട് ഒന്നീ കല്യാണം നടത്താം, അല്ലെങ്കിൽ ഇതിന് വേറെ രീതിയിൽ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഇത് അവസാനിപ്പിച്ച് വേറൊരു സംഭവം കൊണ്ടുവരാം. ഇത് കൊണ്ടുവരണം. അല്ലാതെ ഇങ്ങനെ ചെറിയ കുറഞ്ഞ അടുത്ത എപ്പിസോഡ് അവളുടെ കരച്ചിൽ എങ്ങനെ പോയി എപ്പിസോഡ് ഭയങ്കര ബോറാവും, സീരിയലിനെ ഭയങ്കര ബോറാവും. ഇതിന് മുമ്പ് മറ്റേ ചെമ്പനീർ പൂവൊക്കെ ഉണ്ടല്ലോ അതേപോലെ തന്നെ ആക്കാതിരിക്കേ. ഇത് കുറച്ചുകൂടി നീറ്റായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. എനിവേ ബൈ.